ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പം ഇന്ന് ഒരു പലർക്കും പിടികിട്ടാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ചിലപ്പം സാധാരണക്കാർക്കൊന്നും ഇല്ലായിരിക്കാം, എങ്കിലും ഞാൻ അത് തന്നെ ഇടാൻ ശ്രമിക്കുകയാണ്. ഫാറ്റി ലിവറുള്ള ധാരാളം പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഫാറ്റി ലിവർ എന്ന അസുഖത്തെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അനിയന്ത്രിതമായ പ്രമേഹം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ ഫാറ്റി ലിവറിന് വഴിയൊരുക്കുന്ന ഘടകങ്ങളാണ്. രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിൻ്റെ ശേഷി കുറയ്ക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന രോഗത്തെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാനാവില്ല. ഭക്ഷണം നിയന്ത്രിച്ചാൽ മാത്രമേ ഫാറ്റി ലിവർ തടയാനാകൂ. ഛർദി, കണ്ണ്, ത്വക്ക്, നഖം എന്നിവ മഞ്ഞ നിറമാകുന്നത്, അടിവയറ്റിൽ നീര് വരിക, വിശപ്പില്ലാതിരിക്കുക, ഇവയൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ. ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ്. ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർ ഉപ്പ് ചേർത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉപ്പ് അധികം കഴിക്കുന്നത് ജലാംശം കുറയ്ക്കും. ഉപ്പ് അധികം കഴിക്കുന്നത് BP കൂട്ടാൻ ഇടവരും. BP ശരിയായ തോതിൽ നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ ഉപ്പ് കുറയ്ക്കുന്നതാണ് നല്ലത്. വയറ്റിലെ ക്യാൻസർ, കിഡ്നി പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഉപ്പിന്റെ അമിത ഉപയോഗം വഴിയൊരുക്കും. ഇവയുടെ ആരോഗ്യത്തിന് ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് പക്ഷാഘാതം ഉണ്ടാകാൻ ഇടവരും. അടുത്ത മധുരമുള്ള ഭക്ഷണങ്ങൾ. ഫാറ്റി ലിവർ രോഗമുള്ളവർ മധുരമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചോക്ലേറ്റ്, ഐസ്ക്രീം, സ്വീറ്റ്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മധുരം ചേർക്കാതെ ചായ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ദോഷകരമാണ്. ഇറച്ചി, ചീസ്, പനീർ, സാൻഡ്വിച്ച്, ബർഗർ, പ്രോസസ്ഡ് മീറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. കൊഴുപ്പ് അടിഞ്ഞു കിടന്നാൽ LDL കൊളസ്ട്രോളിന്റെ അളവ് കൂടും. മദ്യപാനം. ഫാറ്റി ലിവർ രോഗമുള്ള ഒരാൾ ഒരു കാരണവശാലും മദ്യപിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മദ്യപാനം ശരീരഭാരം കൂട്ടുകയും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്ത പ്രോസസ്ഡ് മീറ്റ്. സോസേജ്, ബേക്കൺ, ഹാം, ഹോട്ട് ഡോഗ് തുടങ്ങിയവ സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങൾ നിത്യേന കഴിക്കുന്നത് ഫാറ്റി ലിവറിന് കാരണമാകുമെന്ന് മിക്ക പഠനങ്ങളും പറയുന്നു. ഇറച്ചിയുടെ അമിത ഉപയോഗം വൻകുടൽ ക്യാൻസറിന് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. രുചിയിൽ മാറ്റം വരുത്തുന്നതിനും കേടുകൂടാതെ ഇരിക്കുന്നതിനുമെല്ലാം ധാരാളം രസചേരുവകൾ ചേർത്താണ് പ്രോസസ്ഡ് മീറ്റ് തയ്യാറാക്കുന്നത്. രാസചേരുവകൾ ചേർക്കുന്നത് ഗുരുതര ശാരീരിക മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. ഇനി അഥവാ ഫാറ്റി ലിവർ ഇല്ലാത്തവർക്കും ഇത് നല്ലൊരു വീഡിയോ ആണ്. കാരണം ഫാറ്റി ലിവറൊക്കെ വന്ന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഭക്ഷണ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുറേയധികം അസുഖങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ഞാനൊരു ചെറിയ വീഡിയോയിൽ വലിയ കാര്യം പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് കമൻറ്റ് പറയുക. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.